നമസ്കാരം. ഇന്ന് ഞാൻ എന്താ കൺമണിയുടെ മുടി വെട്ടാൻ പോവാട്ടോ. അപ്പോൾ അതിനുവേണ്ടി ആളിത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെട്ടാമെന്നും പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏട്ടൻ പറഞ്ഞു വേണ്ട, ട്രിമ്മറിൽ വേഗം വെട്ടിത്തരാമെന്നും പറഞ്ഞിട്ട് ഏട്ടന് ട്രിമ്മറൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഏട്ടൻ വെട്ടാണ്. കൺമണി അലമ്പുണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇരുന്നൊന്നും തരില്ല. പക്ഷേ ഞാൻ ഫോണൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തിയത് കൊണ്ട് ഫോണിലായി പോയി ശ്രദ്ധയെന്നും മുടി വെട്ടണമെന്നും പുള്ളി അറിയുന്നില്ലേ. കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ വന്ന് മേത്ത് വീഴുമ്പോഴത്തേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ഒന്ന് ബഹളം വെക്കും, പിന്നെയും ഫോണിലേക്ക് ശ്രദ്ധ പോകുമ്പോൾ അത് മാറിപ്പോകൂട്ടോ. അങ്ങനെ ഏട്ടെന്താ പെട്ടെന്ന് എല്ലാം വെട്ടി മാറ്റുന്നുണ്ടേ. അധികം മുടിയൊന്നും ഇല്ല, ഇച്ചിരി മുടിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ വിയർപ്പൊക്കെ വന്നിട്ടേ ഇങ്ങനെ ചെറിയ പനി പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മുടി വളർന്നിട്ടായിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ വെട്ടാന്ന് വിചാരിച്ചത്. നിറയെ മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വളർത്തിയെടുക്കണമെന്നൊക്കെ ആയിരുന്നു ഭയങ്കര ഇഷ്ടം. മുടി വളർത്തി മുടിയൊക്കെ കെട്ടി വെക്കണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അവൾ അങ്ങോട്ടും ആ മുടി അങ്ങോട്ട് വളർന്നു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അസുഖങ്ങളൊക്കെ വന്നത് കൊണ്ടിട്ടും അപ്പോഴത്തെ കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ടൊക്കെ മുടി വളർത്താം, ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മുടി വെട്ടി കഴിഞ്ഞപ്പോൾ താഴെ കുറച്ച് മുടിയായി കിടക്കണപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മ എൻ്റെ മുടി മുഴുവൻ പോയാ, ഞാൻ മൊട്ടച്ചി ആയാന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇല്ല, നല്ല സുന്ദരിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ചൊക്കെ ഇരുത്തിയിട്ടാ. പക്ഷേ ഏട്ടൻ നല്ല ഇങ്ങനെ സമാധാനത്തിൽ പതുക്കെ ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഇങ്ങനെ വെട്ടണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്ത്. അപ്പോൾ അതിനനുസരിച്ച് ഏട്ടൻ വെട്ടിയൊക്കെ എടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ ഇത് കൊള്ളുമെന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവൾ ഇരുന്നും തന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കാതെ കൊച്ച് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നൊക്കെ തന്നിട്ട് അങ്ങനെതാ ഇങ്ങനെയൊക്കെ വെട്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ വെട്ടിയെ കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഒരു സമാധാനം പോലെ വെക്കും. അങ്ങനെ മുടി ഇങ്ങനെ കുറേ ഇങ്ങനെ കാട് പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കൊച്ചിന് ഈ വിയർപ്പും എല്ലാം കൂടി അവൾക്കും ബുദ്ധിമുട്ടായിരുന്നു എന്ന് തോന്നണം കേട്ടോ. പക്ഷെ വെട്ടിയെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സന്തോഷത്തോടെ ഇരിക്കണുണ്ടേ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനോർത്തേ ഇവക്ക് വെട്ടി നന്നായിട്ടുണ്ടല്ലോ, അപ്പോൾ എന്നാൽ എൻ്റെയും കൂടി ഒന്ന് വെട്ടിക്കാം. ഇനി പാർലറിലൊക്കെ പോയി വെട്ടി കുറച്ച് പൈസ കളയണ്ടല്ലോ, ഇതാവുമ്പോൾ ഏട്ടൻ തന്നെ വെട്ടിത്തരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെയും കൂടി ഒന്ന് വെട്ടിത്തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടനെ അതും കൂടി വെട്ടിത്തരാമെന്നും പറഞ്ഞ് അങ്ങനെ പുറത്തുപോയി വെട്ടി ഞാൻ മുഴുവൻ മുടി വെട്ടിക്കളയുന്ന ഏട്ടനെ ഇങ്ങനെ അധികം മുടിയൊന്നും മുറിച്ച് കളയണമെന്നും ഇഷ്ടമില്ല. പക്ഷേ എനിക്ക് അധികം മുടി ഇഷ്ടമല്ല, എനിക്കിങ്ങനെ വെട്ടിയൊക്കെ ഇടുന്നതാണ് ഇഷ്ടം. പിന്നെ ഏട്ടൻ എനിക്ക് കുറച്ച് മുടിയൊക്കെ വെട്ടി തന്നിട്ടാ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അങ്ങനെ